നമസ്കാരം. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാറിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് NIA അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. കേസിലെ പ്രധാന പ്രതി മുസ്തഫ പൈച്ചറിനെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. നിർണായക നീക്കത്തിലൊടുവിലാണ് കർണാടകയിലെ സാക്ലേഷ്പൂരിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും എന്ന് NIA വ്യക്തമാക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാളെ പിടികൂടിയത്. സംഭവശേഷം ഒളിവിൽ പോയ ഇയാൾക്കായി ഊർജിത അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇയാളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുകയായിരുന്നു. ക്ഷീണ കർണാടകയിലെ യുവമോർച്ച നേതാവായിരുന്ന പ്രവീൺ നെട്ടാരു 2022 ജൂലൈ 26 പ്രവീൺ നെട്ടാറിനെ ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കന്നഡയിലെ ബെല്ലാരി ഗ്രാമത്തിൽ വെച്ചായിരുന്നു ആക്രമണ സംഭവം നടന്നത്. 20 പേരെ പ്രതികളാക്കി കഴിഞ്ഞ ജനുവരിയിൽ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പ്രദേശത്ത് ഭീതി പടർത്താനും സാമുദായിക അന്തരീക്ഷം തകർക്കാനും പ്രവീണിനെ ഗൂഢാലോചന നടത്തി പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് NIAയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. 2047 കൂടി ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട. ഇതിന്റെ ഭാഗം കൂടിയായിരുന്നു കൊലപാതകം. ഒരു പ്രത്യേക സമുദായത്തിലുള്ളവർ ഭയപ്പെടുത്താനും സമൂഹത്തിൽ വർഗീയ വിദ്വേഷവും അശാന്തിയും സൃഷ്ടിക്കാനുമുള്ള PFIയുടെ നീക്കത്തിന്റെ ഭാഗമായിരുന്നു കൊലപാതകമെന്നാണ് NIAയുടെ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നത്. നെട്ടാരുവിന് പിന്നാലെ BJPയുടെ മറ്റ് ഹിന്ദു സംഘടനകളുടെയും പ്രവർത്തകരെ ആക്രമിക്കാനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.